ഇന്ത്യയിൽ ആദ്യമായിട്ട് 24/7 വർക്ക് ചെയ്യുന്ന കോടതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കൊല്ലത്താണ്. വളരെ സന്തോഷത്തോട് പറയണം. കാരണം കൊല്ലത്തെ പറ്റി ഒരുപാട് അപവാദങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സമയമാണ്. ആ സമയത്താണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് 24 hours 24/7 വർക്ക് ചെയ്യുന്ന ഒരു കോടതി കൊല്ലത്ത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതവിടെ ഫയൽ പേപ്പർലെസ് ആയിരിക്കും, എല്ലാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഓൺലൈൻ തന്നെ അതിന്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സമയത്ത് എനിക്ക് പറയേണ്ട വേറൊരു കാര്യമാണ് ഇതാണ് 24/7 പോസ്റ്റ്മോർട്ടം, അതും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിട്ട് ഒരു സാധനമാണ്. കാരണം ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പം പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡിജിറ്റലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 പോസ്റ്റ്മോർട്ടം പ്ലസ് ഈ റിപ്പോർട്ട്. ഇന്ന് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത് ഫുള്ള് പേപ്പറിലാണ്. ഓരോ പേപ്പർ ഒരു ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന പേപ്പറുകൾ മാത്രമല്ല, അത് അതിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഡിജിറ്റൽ അല്ല. അതിൻ്റെതായിട്ടുള്ള കുറെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പകരം നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. കോടതിയായിട്ട് ബന്ധപ്പെട്ട് പോലീസും കോടതിയും മെഡിക്കൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഫൈനലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോടതിക്കും പോലീസിനും എല്ലാം അവർക്ക് തന്നെ പ്രിന്റ് എടുക്കാവുന്ന തരത്തിലായി കഴിഞ്ഞാൽ, ഡിജിറ്റൽ ഫോർമാറ്റിലായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാവും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ ഡോക്ടേഴ്സിന് ഇപ്പം ഫോറൻസിക് തന്നെ ഈ കോടതിയിൽ പോയി അവർ വിറ്റ്നസിന്റെ കാര്യങ്ങളോ എക്സ്പെർട്ട് ഒപ്പീനിയൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ മാറി കുറച്ചും കൂടെ ഡിജിറ്റലാക്കി വന്നു കഴിഞ്ഞാൽ അവരുടെ വിറ്റ്നസ് ഒപ്പീനിയനും കാര്യങ്ങളും ഈ ഓൺലൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ആൾറെഡി റെക്കോർഡ് ചെയ്ത് ഈ വെബ്സൈറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഫിസിക്കലി ഒരു കോർട്ടിൽ പോകുന്നതിന് പകരമുള്ള ഓൺലൈൻ ആയിട്ടുള്ള സെക്ഷനുകൾ ചെയ്തു വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെയാണ് ഈ പറയുന്ന 24/7 പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. എന്തുകൊണ്ട് പാരിപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ബാക്കി മെഡിക്കൽ കോളേജ് കണക്ക് 2 digitsന്റെ പുറത്തുള്ളതൊന്നുമില്ല. അപ്പം മിനിമം വരുന്നത് ഒരു 10 നമുക്ക് മാക്സിമം കേസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കേസുകൾ നമുക്ക് സുഖമായിട്ട് ഡേ നൈറ്റ് ഷിഫ്റ്റിൽ തന്നെ ചെയ്ത് തീർത്തു കൊടുക്കാം. പ്ലസ് 1 hour എല്ലാ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനും 1 hour പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കണം. ശരിക്കും എനിക്ക് ഭയങ്കര ഓരോ മരിച്ച വ്യക്തികൾക്കും അവർക്ക് പറയാൻ കഴിയുന്ന, അവർക്ക് ഈ അല്ലെങ്കിൽ അവർക്ക് പറയാൻ അവസാനത്തെ വാക്കാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആ എക്സാമിനേഷൻ അവർക്ക് പൂർണ്ണ തോതിൽ ആ ഒരു നീതി കിട്ടണം ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ റെക്കോർഡിംഗ് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം. അതിന് ഒരു മെമ്മറി കാർഡ് മാത്രം ഒന്നെങ്കിൽ അത് ഔട്ട്സൈഡ് കൊണ്ടുവരുന്ന ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയൊരു ഹാർഡ് ഡിസ്ക് അടക്കമുള്ള എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ട് ഇത്ര പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സീരിയൽ നമ്പറായിട്ട് നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാം. ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, വലിയൊരു ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. നമ്മൾ ഈ ഞാൻ കണ്ടൊരു കാര്യമാണ്, GH ജനറൽ ആശുപത്രിയും ബാക്കിയുള്ള ഡിസ്ട്രിക്ട് ലെവൽ ആശുപത്രികളൊക്കെ നടക്കുന്ന പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത് അവിടുത്തെ ബാക്കി അവിടെയുള്ള ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സാണ്. അവർക്ക് ഫോറൻസിക്കായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അവർ പോസ്റ്റ്മോർട്ടം കാണാൻ പോലും വരാറില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പം അത് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫാണ്. ജസ്റ്റ് കട്ട് ചെയ്ത് വിടും. അതൊക്കെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും. സോ ഈവൻ ഉമാത്ത സാറിന്റെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഇത് നമുക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടായ ഒരു കഥ. സോ ഞാൻ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കുക. പ്രോപ്പർ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്ക് മനസ്സിലാവും, ഈ പറയുന്ന കോർട്ടിന് മനസ്സിലാവും. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെയും ആവശ്യകതയും ഉണ്ടാകത്തില്ല. അപ്പം അത് പ്രോപ്പറായിട്ട് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. ഇത് ഏതെങ്കിലും ഹയർ അതോറിറ്റിയോ ആയാലും കേൾക്കുകയാണെങ്കിൽ ഞാൻ വില്ലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ, ഇപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് ഷിഫ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ വില്ലിംഗ് ആണ്. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കോവിഡ് സമയത്തൊക്കെ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൈറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് സത്യമായിട്ട് പറയുകയാണ്. കാരണം നൈറ്റിൽ ഇവിടെ വെറുതെ വീട്ടിൽ വന്നിരിക്കണം. അപ്പം ശരിക്കും നൈറ്റ് ഓട്ടോപ്സി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ഓട്ടോപ്സി സ്റ്റാർട്ട് ചെയ്യാം. അത് ഇന്ത്യയിൽ ആദ്യം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഡിജിറ്റലാക്കിയിട്ട് 1 hour റെക്കോർഡിംഗ് ഉള്ള 24/7 പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കേരളത്തിൽ ആദ്യം, ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജായി പാരിപ്പള്ളി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കൊല്ലത്ത് കോർട്ട് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അത് കണക്ക് തന്നെ മെഡിക്കൽ കോളേജിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ടുവേഴ്സ് പബ്ലിക്. അത് ചെയ്യണം. പ്ലസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചറി സ്റ്റാഫുകൾക്ക് കുറച്ചുകൂടെ ജോലി കിട്ടും. ഇപ്പം നിൽക്കുന്നേക്കാളും ഇരട്ടി സ്റ്റാഫ് വേണ്ടി വരും. അപ്പോൾ അവർക്ക് ജോലി കിട്ടും. ഡോക്ടേഴ്സിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ അവർക്ക് ജോലി കിട്ടും. ഒരുപാട് ഫോറൻസിക് ഡോക്ടേഴ്സിന് ഇപ്പോഴും ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കേരളം വിട്ട് വേറെ സ്റ്റേറ്റുകളിൽ കർണാടകയും തമിഴ്നാടും ആന്ധ്രയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നോർത്തിലേക്ക് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോലിയില്ല. സോ അവർക്ക് കുറച്ചുകൂടി ജോലി കിട്ടും. ഇപ്പം നിൽക്കുന്ന ഡോക്ടേഴ്സിനെക്കാളും നമ്പർ ഓഫ് ഡോക്ടേഴ്സ് കൂടുതൽ വേണ്ടി വരും നൈറ്റ് ഓട്ടോപ്സി വരുമ്പോൾ. അപ്പോൾ അവിടെയും കൂടും.
പിന്നെ ഈ പറയുന്ന ഡേ ടൈമിൽ ഇപ്പോൾ രാത്രിയാണ് 3-4 കേസ് കൊണ്ട് വെക്കുന്ന സമയത്ത് രാവിലെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഓരോ കേസുകളും ചെയ്ത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാവും ആ കേസ് തീരുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം രാത്രി കൊണ്ടുവയ്ക്കുന്ന കേസ് രാത്രി തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മർഡറോ ബാക്കി സംശയങ്ങളോ ഇല്ലാത്ത കേസുകൾ അവർ രാത്രി തന്നെ ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ താല്പര്യം അവിടെ വെച്ചാൽ കൂടി രാവിലെ ഒരു 8 മണിക്ക് അവർക്ക് കൊണ്ടുപോകാം. അവർക്ക് വലിയ സമയതാമസം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് നമ്മളൊരു എന്താ പറയുക, മരിച്ചവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആദരവായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ. കാരണം അവർക്ക് സമയം വേസ്റ്റ് ആവത്തില്ല, അവർക്ക് നീതി കിട്ടും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ 1 മണിക്കൂർ റെക്കോർഡിങ്, എന്താണ് അവിടെ ചെയ്തതെന്നുള്ള കാര്യം അറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കുണ്ട്. പഴയ കണക്ക് സോൾലി ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. എന്താണ് അതിനകത്ത് ചെയ്തത് എന്നത് അറിയാനുള്ള 100% അവകാശം അവിടുത്തെ പേഷ്യൻസിനും അതിൻ്റെ റിലേറ്റീവ്സിനും ഉണ്ട്. അത് അവർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ശരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, പ്രോപ്പറായിട്ട് 1 മണിക്കൂർ റെക്കോർഡിങ് എന്തായിരിക്കും ഉണ്ടായിരിക്കണം. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും കേരള ഹൈക്കോടതി ജഡ്ജിനും പിന്നെ നമ്മുടെ ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ ഈ ഹെൽത്ത് മിനിസ്റ്ററോ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരു കാര്യമില്ല. ഞാൻ ഒരുപാട് ലെറ്ററും കാര്യങ്ങളും മെയിലൊക്കെ അയക്കാറുണ്ട്, ഒന്നിനും റിപ്ലൈ തരത്തില്ല. ഈവൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി TCMC രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട് നമ്മുടെ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അവരുടെ PA ഫോൺ എടുത്തിട്ട് നിങ്ങൾ എവരെ ഫോൺ വിളിക്കും, അവരെ വിളിക്കുമ്പോൾ ഓക്കെ നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വിടുന്നല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടാറില്ല ഈ കാര്യങ്ങൾക്ക്. സോ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഒരുപാട് മുന്നേറാറുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെ വലിയ രീതിയിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി എയിംസിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. പണ്ടൊക്കെ കേരള മോഡൽ എന്നൊരു വാക്കുണ്ടായിരുന്നു, അതിപ്പം ഒരുപാട് അത് പോയി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ തന്നെ ഈ ഇടയ്ക്ക് നമ്മൾ നീറ്റ് PGയുടെ കൗൺസിലിങ്ങിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനേക്കാളും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കോഴിക്കോടാണ്. എന്ന് വെച്ചുകൊണ്ട് കോഴിക്കോട് നല്ലതെന്നല്ല, 128ാമത്തെ റാങ്കാനാണ് കോഴിക്കോട് എടുത്തേക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഒരുപാട് മാറി, കാലം മാറിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ എല്ലാത്തിനേക്കാളും മുന്നിൽ ഏറ്റവും നല്ല രീതിയിൽ ശമ്പളം കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഇവരുടെ അടുത്ത് ഈ പറഞ്ഞാൽ ഡോക്ടർമാർ ചെയ്യാതിരിക്കാനുള്ള വേറെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ശമ്പളം കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ദിവസം ആലോചിച്ച് നോക്കിയാൽ മതി. ഇവരിങ്ങനെ ഉത്തരവിടാണ് നിങ്ങൾ നൈറ്റ് ഓട്ടോപ്സി ചെയ്യണം. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങൾ ആദ്യം DA നിങ്ങൾക്ക് തരാനുള്ള ബാക്കി ശമ്പളം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ ഡോക്ടേഴ്സാണ്. എനിക്കറിയാം പല ഡോക്ടേഴ്സും ഗവൺമെൻറ് സർവീസിലിരുന്ന് അതിപ്പോൾ ഡോക്ടറായാലും നേഴ്സായാലും ബാക്കി സ്റ്റാഫായാലും ലീവ് എടുത്ത് പ്രൈവറ്റിൽ പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഗവൺമെൻറ് സർവീസിൽ 1,10,000 അല്ലെങ്കിൽ 1,20,000 വർക്ക് ചെയ്യുന്ന ഒരാൾ പ്രൈവറ്റിൽ പോയാൽ 1.5-1.25 കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ ലീവ് എടുത്ത് അവിടെ പ്രൈവറ്റിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതൊക്കെ തന്നെയാണ് ഗവൺമെൻറ് സർവീസിൽ ഇരുന്നിട്ട് പ്രൈവറ്റ് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. DHSലൊക്കെ ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ അലവൻസ് ഉണ്ട്. അത് വേറൊരു രീതിയിലാണ്. എല്ലാവർക്കും ഒരു ആഫ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞാലും അവർക്ക് ഒരു സർവീസ് എന്ന രീതിയിൽ, ജനങ്ങൾക്ക് സർവീസ് എന്ന രീതിയിൽ ചെയ്തു തുടങ്ങിയാണ്. പക്ഷേ അത് വൈഡ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശരിക്കും ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നമ്പർ 1 ആയിട്ട് ചെയ്യേണ്ടതാണ് TCMC എന്ന് വെച്ചാൽ പഴയ പേരാണ്, ഇപ്പോൾ അത് മാറി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും എടുത്ത് വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ ഫയർ ചെയ്ത് കാണണമെന്നല്ല, അവരെ നമ്മളെ വല്ല മിൽമയിലോട്ടോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ KSRTC കണക്കുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റിയിട്ട് ഇവിടെ കുറച്ചും കൂടെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ, ഈവൻ റിട്ടയർഡ് ആയ ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിനകത്ത് നല്ല എഫിഷ്യൻ്റായ ആൾക്കാരെ വെച്ചിട്ട് ഓരോ ദിവസം എത്ര ഫയൽ അവർ ചെയ്യുന്നു എന്ന രീതിയിൽ കൗണ്ട് എടുത്ത് വളരെ ഒരു ഫോർമാറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ ആ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കൗൺസിലായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഉള്ള സ്റ്റാഫ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും വലിയ കൂമ്പായത്തോടെ ഫയൽ ഇരിപ്പുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, രാവിലെ 11 മണിക്ക് വന്ന് വൈകുന്നേരം 4-4:30 ആകുമ്പോൾ പോകുന്ന നിങ്ങൾ ഇത്രയും ഫയൽ എൻ്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പകരം രാവിലെ 5 മണിക്കും അല്ലെങ്കിൽ രാവിലെ ഒരു 7:30-8 മണിക്ക് വന്ന് ആ ഫയൽ തീർത്തിട്ട് നിങ്ങൾ കാണിക്കണം. അപ്പം നമുക്ക് നിങ്ങളോട് റെസ്പെക്ട് തോന്നും. അതില്ലാത്തടത്തോളം കാലം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ബാക്കി സ്റ്റേറ്റിലെ കൗൺസിലുകളിൽ അവരുടെ സ്റ്റാഫ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്.